ഇനി അവളെ ഇവിടെ നിർത്തിയാൽ അത് അവളുടെ ഭാവിയെ പോലും ബാധിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. ഇനി ഒരു നിമിഷം പോലും അവളിവിടെ നിൽക്കാൻ പാടില്ലെന്ന് മനസ്സുത്തരം കണ്ടെത്തിയത് അപ്പോഴാണ്. വിങ്ങി പൊട്ടിക്കൊണ്ടാണെങ്കിലും സോണിയെ ഹോസ്റ്റലിലേക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചു. ബൈ ചേച്ചി, ബൈ. അവൾ യാത്ര പറഞ്ഞു പോയപ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന് എനിക്കേ അറിയൂ. പാവ അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? നടന്നതൊക്കെ ഒരു ദുസ്വപ്നമെന്ന് കരുതി എല്ലാം മറക്കാമെന്ന് മനസ്സാശ്വാസം കണ്ടെത്തിയ അന്ന് വൈകിട്ടാണ് സണ്ണിയുടെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടത്. സോണി, സോണി, ഇത് കണ്ടോ? അവള് പറഞ്ഞ റെയർ ബുക്സ് എന്നാ ബുദ്ധിമുട്ടിയാ കിട്ടിയെന്നറിയാവോ? നിന്റെ അനിയത്തെ കൊണ്ടുള്ള ഒരു കഷ്ടപ്പാടേ. എവിടെയാണ് അവള്? പോയി. പോയെന്നു? എവിടേക്ക്? എന്തിന്? ഞാൻ അവളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചു. ആൻസി, നിന്നോട് ആര് പറഞ്ഞു അവളെ പറഞ്ഞയക്കാൻ? എനിക്ക് അങ്ങനെ തോന്നി. അല്ലേ തന്നെ ഇനി അവൾ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? ഓ, നിനക്ക് അവളെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞല്ലോ. നീ ഇത്ര സെൽഫിഷ് ആണെന്ന് ഞാൻ കരുതിയില്ല. എടി, മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി സ്നേഹവും വേണം. നന്ദി സ്നേഹത്തെ കുറിച്ചൊന്നും എന്നോട് പറയണ്ട. എനിക്ക് എന്റെ ഭർത്താവും കുട്ടിയും കഴിഞ്ഞുള്ളൂ ഈ ലോകത്ത് എന്തും. അത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ആരും ഒട്ട് അനുവദിക്കത്തൂല്ല. അതിനിപ്പോ എന്നാ സംഭവിച്ചു? എനിക്കെല്ലാം അറിയാം. എന്തറിയാവുന്നു? നിനക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടത്. അതിന്റെ ആവശ്യം എനിക്കല്ല, സണ്ണിക്കാം. എന്തു പറ്റി നിനക്ക്? പറ. മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ തുറന്നു പറ. ഞാൻ സണ്ണിയുടെ ഭാര്യയല്ലേ? എന്താ സംശയം? എന്തോ എനിക്കിപ്പോ അങ്ങനെ തോന്നി തുടങ്ങി. അത് നിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ആക്സിഡന്റിന് ശേഷം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് പരിപൂർണത നഷ്ടപ്പെട്ടു എന്ന തോന്നൽ. ഒരു എഴുത്തുകാരൻ കൂടിയായി എനിക്ക് നിന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും. ഇനി ബാക്കി ഞാൻ പറയാം. ഈ അവസ്ഥയിൽ ഭാര്യയുടെ അനിയത്തിയോട് താല്പര്യം തോന്നാം. അത് സ്വാഭാവികം അല്ലേ? പുതിയ നോവലിന്റെ തീമും അതാണല്ലോ. അപ്പൊ എഴുതാനുള്ള അനുഭവങ്ങൾക്കായിരിക്കും സോണി ഡ്രസ് മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കിയതും ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവളുടെ മുറി തേടി പോയതും. സണ്ണി ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. സോണി എന്റെ അനിയത്തിയാണ്. ഒരേ സമയം ചേച്ചി അനിയത്തിയും ഭാര്യമാരാക്കാമെന്ന് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. യു ആർ റൈറ്റ്. പക്ഷെ ജീവിക്കാൻ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മാത്രം കിട്ടിയാൽ എന്നെ പോലൊരു പുരുഷൻ തൃപ്തനാവില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അല്ല, എടുക്കേണ്ടി വന്നു. നിയമപരമായി എന്റെ ഭാര്യ എന്ന എല്ലാ അവകാശങ്ങളോടും കൂടി നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാം, മരണം വരെ. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടായിട്ടില്ല. ബട്ട് നൗ സോണി, യെസ്, എനിക്കവളെ വേണം. ഐ വാണ്ട് ഹർ. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല. എന്റെ ഭർത്താവിനെ ആർക്കും പങ്കുവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. കളിക്കോപ്പുകൾ മുതൽ എന്തിന് നിന്നെ വരെ. എന്റെ ആഗ്രഹങ്ങൾക്ക് ആരെതിര് നിന്നാലും ഞാൻ നോക്കില്ല, തകർത്തെറിയും. അത് നീ ആയാൽ കൂടി. ബിക്കോസ് ഐ നീഡ് സോണി. ഐ വാണ്ട് ഹർ. I like her. I need 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 her.
എന്താ എന്നെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞത്? പറയാം. സോണി, സോണി, സോണി. സോണി, സോണി, സോണി. നശിച്ച കാറ്റ്. ഹലോ, ആരാ? ഞാൻ ജാഫർ, കൊണ്ടോട്ടി ജാഫർ. ജാഫർ, 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 ജാഫർ. പ്രോസിക്യൂട്ടർ സാറേ, ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഹൗ മച്ച് യു വാണ്ട്? ഒരു ജീവപര്യന്തം. എനിക്കല്ല, നിനക്ക്. 40 വർഷത്തെ കഠിന തടവ് വളരെ ബുദ്ധിമുട്ടിയല്ലേ നീ എനിക്ക് വാങ്ങിത്തന്നത്? അപ്പൊ കുറഞ്ഞതൊരു ജീവപര്യന്തെങ്കിലും നിനക്ക് ഞാൻ വാങ്ങി തന്നില്ലെങ്കിൽ? പ്രഗത്ഭനായ പബ്ലിക് പ്രോസിക്യൂട്ടർ സണ്ണി കുരുവിള അകത്ത് കിടന്ന് അഴിയണമെന്ന് എനിക്കൊന്ന് കാണണം. പറ്റുമെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് തന്നെ കിടക്കാം. കൊള്ളാം, നല്ല ഐഡിയ. പക്ഷേ നീ ഇതെങ്ങനെ കോടതിയിൽ തെളിയിക്കും? അതിനതുവരെ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? നിന്നെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാനില്ല. ബിക്കോസ് യു ആർ എ വാണ്ടഡ് നൊട്ടോറിയസ് ക്രിമിനൽ. അന്ന് നിന്റെ നോവൽ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല ക്രിമിനൽ ലോയർക്ക് ഇത്രയ്ക്ക് മനോഹരമായ ഒരു മർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നു, ഒരു ക്രിമിനൽ ലോയറിനല്ല, നല്ലൊരു ക്രിമിനലിനെ ഇത്തരം സിറ്റുവേഷൻ കൺസീവ് ചെയ്യാൻ പറ്റും. ആൻഡ് നൗ യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ് യു ആർ എ നാച്ചുറൽ ബോൺ ക്രിമിനൽ. ഒരു ക്രൈം നോവൽ എന്ന പോലെ എത്ര മനോഹരമായിട്ടാണ് നീ നിന്റെ ഭാര്യയുടെ മരണം പ്ലാൻ ചെയ്തത്. താങ്ക് യു. വൈകിയാണെങ്കിലും നിനക്കെന്നെ മനസ്സിലായല്ലോ. നോനോ, വൈകിട്ടൊന്നുമില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിന്റെ ഭാര്യ മരിച്ച അന്ന് മുതൽ, വെടികൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആൻസി സ്ലീപ്പിംഗ് പിൽസ് ഓവർഡോസ് കഴിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ ഐ വാസ് ആഫ്റ്റർ യു. ആൻസി മരണപ്പെട്ട അന്ന് രാത്രി വീട്ടിലും പിന്നെ സിറ്റി ക്ലബിലെ ബാറിലും, എന്തിന് മറ്റ് പല അവസരങ്ങളിലും ഞാൻ നിന്നെ കണ്ടപ്പോഴൊക്കെ തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഭാര്യയുടെ മരണത്തിലുള്ള ദുഃഖം നീ അഭിനയിച്ചത്. അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന്. ആഹാ, വെരി ഗുഡ്. എന്നിട്ട് പ്രൊസീഡ്, 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 പ്രൊസീഡ്. ഏതൊരു പുരുഷനും ഏതൊരു പെണ്ണിനോട് താല്പര്യം തോന്നാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് സ്വന്തം ഭാര്യയുടെ അനിയത്തിയായപ്പോൾ. പക്ഷേ അതിനുവേണ്ടി ഒരു കൊലപാതകം ചെയ്യുക, ദാറ്റ്സ് വെരി ക്രൂവൽ. നീ അതാണ് ചെയ്തത്. സോണിയോടുള്ള താല്പര്യം ഒന്നിന്റെ പേരിൽ മാത്രം നീ നിന്റെ ഭാര്യയെ കൊന്നു. എന്നിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ അതൊരു ആത്മഹത്യയാക്കി മാറ്റുകയും ചെയ്തു.
നിന്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു കത്ത് നിന്റെ നോവലിൽ നിന്ന് തന്നെ നീ കണ്ടെടുത്തു. അതും ആൻസിയുടെ കൈയക്ഷരത്തിൽ. അത് ആൻസി സോണിക്ക് എഴുതിയ കത്താണെന്ന് കൂടി വരുത്തി തീർത്തപ്പോൾ യു സക്സീഡഡ് ഇൻ യുവർ ഫസ്റ്റ് ടൈം. അവിടെ നിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, സോണി. യെസ്, എനിക്ക് അവളെ വേണമായിരുന്നു. ഐ ലൈക്ക് ഹർ, ഐ വാണ്ട് ഹർ, ഐ നീഡ് ഹർ, ഐ നീഡ് ഹർ, ഐ നീഡ് ഹർ, ഐ നീഡ് ഹർ. അതെ, ആൻസിയുടെ സാന്നിധ്യം ഇനി എന്റെ ജീവിതത്തിൽ വെറും ഒരു കരിനിഴൽ മാത്രം. ആൻസി സോണിയോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചിപ്പിക്കുന്നതിന് മുമ്പ് അവളെ ഒഴിവാക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ആ ഇത്തിൽക്കണ്ണിയെ പറിച്ചു മാറ്റണം എങ്ങനെയെങ്കിലും. യെസ്, ഐ ഡിസൈഡഡ്. സോറി ആൻസി, മാപ്പ് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. എങ്കിലും എനിക്കെന്തോ അപ്പോ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെ മറന്നു, നിന്നെ മറന്നു, എന്തിന് നമ്മുടെ മോളെ പോലും മറന്നു. നീ കഴിഞ്ഞതെല്ലാം മറക്കണം, പൊറുക്കണം. ആൻസി, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഇല്ല സണ്ണി, സണ്ണി എന്നോട് മാപ്പ് പറയരുത്. എനിക്കത് സഹിക്കില്ല. എന്റെ കർത്താവേ, എന്റെ സണ്ണി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. എനിക്കത് മാത്രം മതി.